5 ഭാവ കൃഷ്ണനെ, 5 രസ മറ്റു ദേവന്മാർക്കില്ല. ഗുരുവായൂർ അമ്പലം കത്തിയതിനു ശേഷമല്ലേ ഗുരുവായൂർ ഉയർച്ചയിൽ വന്നേ. വൃഷഭാണു രാജാവിന്റെ മോളായിട്ടാണ് രാധ പറക്കുന്നത്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം തന്നെയാണല്ലോ. ശരീരത ഇത് ശരീരം, ക്ഷേത്രം. കൃഷ്ണന് രാധയോട് ഭക്തി പ്രേമഭക്തിയാ. നമസ്കാരം, നിർമാല്യത്തിലേക്ക് സ്വാഗതം. നിർമാല്യത്തോടൊപ്പം ഇന്ന് പങ്കുചേരുന്നത് ഭാഗവത ഹംസം ബ്രഹ്മശ്രീ ഗുരുവായൂർ മണികണ്ഠ വാര്യരെ. അദ്ദേഹത്തെ നിർമാല്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നിർമാല്യം ചാനലിലൂടെ ഭക്തി എന്തെന്ന് കലിയുഗത്തിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോതച്ചിറ ഗ്രാമം പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറിൽ, ഗുരുവായൂർക്ക് അവിടെ നിന്ന് 21 കിലോമീറ്ററുള്ളൂ. ആ ജന്മനാടിലെ കോതച്ചിറ ആ ഗ്രാമത്തിലെ മുപ്പിൽ തമ്പുരാനായ തുപ്പൻ നമ്പൂതിരിപ്പാടിന്റെ പേരക്കുട്ടിയായി ജനിച്ച ഈ ഉള്ളവനെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് പൊക്കമേറും സൗദമേറ്റി സൽക്കരിച്ചതും ഓർത്താൽ മൽഭാഗ്യം എന്തു ചൊല്ലൂ. ആ ഗ്രാമത്തിൽ ജനിച്ച ഈ ഉള്ളവന് മഹാവിഷ്ണുവും ഒരു അനുഗ്രഹത്താൽ 6 അടി വരെയുള്ള ഒരു മഹാവിഷ്ണുവിന്റെ പ്രതീക്ഷയിലാണ് ആ അമ്പലം. അവിടുന്ന് ഈ ഉള്ളവനെ പൊന്നു ഗുരുവായൂരപ്പനാണ് കൊണ്ടുവന്ന്. ജനിച്ച ജാതകത്തിലൊരു പ്രളയയോഗം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ആനകളുടെ ഇതിൽ ജീവിച്ച ആളാ. മുത്തച്ഛന് 5 ആന ഉണ്ടായിരുന്നു. പണ്ട് ഗുരുവായൂർ ആനയില്ലാത്ത സമയത്ത് കോതരക്കിലേക്ക് എഴുത്തയക്കും, ആന അയക്കണം എന്ന് പറഞ്ഞ്. ഭക്തപ്രിയയിലൊക്കെ നിരവധി വന്നിരുന്നു. അന്ന് ആനകളെ അയച്ചിരുന്നത് മുത്തച്ഛനായ അടിയനായ തുപ്പൻ നമ്പൂതിരിപ്പാട്, സുബ്രഹ്മണ്യൻ തിരുനൂൽപ്പാട് എന്ന് അറിയപ്പെടുക തുപ്പൻ നമ്പൂതിരിപ്പാട് അന്ന് ആ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം അച്ഛന് അതിന്റെ അധികാരി വന്നു. വാരസ്യാരെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ അച്ഛൻ രാമവാര്യരായത്. അങ്ങനെ അന്ന് മരുമക്കത്തായാണ്, ഇന്നിപ്പോ അതില്ലാണ്ട് ഈ മക്കത്തായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ അച്ഛൻ പണ്ട് പഴഞ്ഞി സ്കൂളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആനപ്പുറത്ത് ആ സ്കൂളിൽ പോയി ഇറന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആന കെട്ടിയിട്ടില്ല തിരിച്ചു വരിക. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു. കുട്ടിക്കാലം മുതലേ ഗീതാപ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ആധ്യാത്മിക ലോകത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ പാതാളത്തിൽ പോയ ഈ ഉള്ളവനെ ഗുരുവായൂരപ്പൻ തന്നെ ആധ്യാത്മിക ലോകത്തിലേക്ക് പിടിച്ച് ഉയർത്തി. ഒരു 700-ൽ പരം സപ്താഹം ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സപ്താഹം തന്നെ മൂലം പോരാ, കുറച്ച് സംഗീതം പാരമ്പര്യമായി കിട്ടിയതുകൊണ്ട് സംഗീതാത്മകമായിക്കോട്ടെ വെച്ചിട്ട് എഴുത്തച്ഛന്റെ ഭാഗവതായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ആരും ഒന്ന് അനുവാദം തരില്ല. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് ആദ്യമായി കിളിപ്പാട്ട് സപ്താഹം നടത്താൻ സാധിച്ചു. അതിനുശേഷം ആറന്മുള, ചെങ്ങന്നൂര്, തഴവ എന്ന് വേണ്ട തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലും കേരളത്തിൽ പുറമെ ഗുജറാത്ത്, അഹമ്മദാബാദിലടക്കം സപ്താഹം നടത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പനിൽ നമ്മളെ ഭജിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ നമ്മളെ ഉയർത്തും. ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് തരില്ല. നമ്മള് ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കൂ. ഇന്നിപ്പോ വൃന്ദാവനത്തിലടക്കം പോയി വന്നതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. രാധ ആരാണ്? അതായത് കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പേ പരാശക്തി പറഞ്ഞു, കൃഷ്ണ നീ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണ് തുറക്കുമ്പോ ആദ്യം കാണേണ്ടത് നീയായിരിക്കും എന്നാണ്. അതുകൊണ്ട് കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിലാണ് വരിക. വൃഷഭാണു രാജാവിന്റെ മോളായിട്ടാണ് രാധ പറക്കുന്നത്. ഒരു ദിവസം സ്നാനത്തിന് പോകുന്ന സമയത്ത് ഒരു താമര തണ്ടില്
ഒരു പെൺകുട്ടി ഒലിച്ച് വരിക, കണ്ണടച്ചിട്ടുണ്ട്, ശ്വാസം കമ്മിയാ. ആ കുട്ടിയെ കണ്ടപ്പോ വൃഷഭാണു എടുത്തു, വീട്ടിൽ കൊണ്ടു ചെന്ന് ഇരുത്തി. കണ്ണ് തുറക്കുന്നില്ല. ഈ അന്നത്തെ രാജാക്കന്മാരെ പറഞ്ഞ കൃഷിയും കന്നുകാലികൾ അത്ര. വൃഷഭാണു രാജാവിന്റെ സുഹൃത്തായിരുന്നു നന്ദഗോപര്. കൃഷ്ണൻ ജനിച്ചപ്പോ നേരെ നന്ദഗോപരെ ഇവിടെ കിടത്തി. അങ്ങനെ കൃഷ്ണന് മുട്ടുകുത്തി പ്രായം. കൃഷ്ണൻ ഭയങ്കര സംഭവമാണ്. കൃഷ്ണൻ മുട്ടുകുത്തി പ്രായമുണ്ട്. ഒരു വിട്ടലെ കൃഷ്ണനുണ്ട്, ഒരു ഓടക്കുഴൽ കൃഷ്ണനുണ്ട്. 5 ഭാവ കൃഷ്ണനെ, 5 രസ മറ്റു ദേവന്മാർക്കില്ല. സുബ്രഹ്മണ്യന് മാത്രമേ ഞാനൊരു ബാലഭാവം കണ്ടിട്ടുള്ളൂ. അങ്ങനെ കൃഷ്ണന് ആ മുട്ടുകുത്തി പ്രായമായപ്പോ വൃഷഭാണു രാജാവ് വിളിച്ചു, നന്ദഗോപരെ, ഇവിടെ രാധക്കുട്ടിയുടെ ഒരു പിറന്നാളാ, താൻ യശോദാമി കുട്ടിയും കൂട്ടി വരിക. അങ്ങനെ യശോദയും കൂട്ടി ചെന്നു. കൃഷ്ണൻ മുട്ടുകുത്തിയ പ്രായ. അപ്പൊ അന്നും രാധ കണ്ണു തുറന്നിട്ടില്ല. കൃഷ്ണനെക്കാറ്റും ഉയർച്ചയാണ്. അപ്പൊ 2 അഭിപ്രായമുണ്ട്. അതായത് രാധ കൃഷ്ണനെക്കാറ്റും പ്രായം കൂടുതലാണെന്നുണ്ട് പ്രായം രണ്ടും ശരിയാ. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കണ്ണ് തുറന്നാലല്ലേ നമ്മൾ വയസ്സ് കൂട്ടുക. പിറന്നു, അപ്പൊ 2 പിറന്നതും ശരിയാ. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കണം. അങ്ങനെ യശോദാമ്മ കുട്ടിയെ നിരത്തി വെച്ചപ്പോ കുട്ടി ഇങ്ങനെ പൊട്ട തൊട്ട റൂമിൽ വന്നപ്പോ രാധ നിൽക്കുക. എന്താ എത്ര വൈകിയേ ചോദിച്ചു. ഉടനടി കൃഷ്ണൻ ചാടി കണ്ണില് ചൊറ്റടിയാ, കണ്ണാ തുറന്നു. പിന്നെന്ത് ചെയ്തു വെച്ചാൽ നെഞ്ചത്ത് കയറിയിട്ട് ശ്വാസം കമ്മി വരും. അതിൽ 2 ആളും കെട്ടിയങ്ങോട്ട് പിടിക്കുക. ഇത് കണ്ടിട്ട് വരിക വൃഷഭാണു രാജാവും നന്ദഗോപരും യശോദാമി. അപ്പൊ തന്നെ അവര് തീരുമാനിച്ചു കൃഷ്ണന്റെയും രാധയുടെയും കല്യാണം നടത്തണം. ഈ ഭാഗവതത്തിൽ രാധയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാ രാധയുടെ ജന്മം ഗുഹ്യ, രഹസ്യ, വില മതിപ്പുള്ളതാ. വില കൂടിയതൊക്കെ ഭൂമിയുടെ അടിയിലാ. സ്വർണ്ണം എവിടെയാ? ഭൂമിയുടെ അടിയിലാ. രത്നങ്ങളൊക്കെ ഭൂമിയുടെ അടിയിലാ. അതുകൊണ്ടാണ് വ്യാസൻ അത് എഴുതാണ്ടിരുന്നുണ്ടാവുക. വേദങ്ങളിലാണ് കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. വൃന്ദാവനത്തിലേക്ക് പോയി അതിന്റെ സ്പന്ദനം പറയാൻ സാധിക്കും. അങ്ങനെ 10നും 15 വയസ്സിനിടയിലാ കൃഷ്ണന്റെ രാധയും കല്യാണം നടന്നത്. 15നും 20 വയസ്സിനിടയിലാ രുക്മിണിയുടെ കല്യാണം ഉണ്ടായത്. 2 തരം ഭക്തിയാ. അപ്പൊ ഇവരെ കെട്ടിപ്പിടിച്ച് കണ്ടപ്പോ ഇവര് തീരുമാനിച്ചു ഇവരെ കല്യാണം നടത്തണം. ജാതകമൊക്കെ വെച്ചു. ശുക്ലാംബരം വൃക്ഷം ജാതകം നടത്തപ്പോ കൃഷ്ണന്റെ ഒറ്റ നോട്ട രാഹുവിനെ പിടിച്ച് കേതുവിലിട്ടു, കേതുവിനെ പിടിച്ച് രാഹുലിട്ടു. ജാതകം യോജിപ്പില്ല, കല്യാണം നടത്താൻ നോർത്തിയില്ല. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മനസ്സിൽ സംശയട്ടോ, എന്തിനാ കൃഷ്ണൻ അത് ചെയ്തേന്ന്? കൃഷ്ണന് രാധയോട് ഭക്തി പ്രേമഭക്തിയാ. അത് ഉത്തരേന്ത്യ വൃന്ദാവനിലൊക്കെ പോയാറാ. ഇവിടുത്തെ ഭക്തിയല്ല അവിടെ. രുക്മിണിയോടൊരു ഭൗതിക തലത്തിലുള്ള ഭക്തിയാണ്. അതാണല്ലോ ഈ കൃഷ്ണനാട്ടത്തിൽ എങ്ങനെയാണ് വരുന്നത് ഞാൻ പറയാം. അപ്പോ രാധ തീരുമാനിച്ചു, ആഹാ ഏകദമ്പീയ പരാശക്തിയാണല്ലോ, അങ്ങനെയാണ് ഈ കല്യാണം കഴിക്കണല്ലോ. മധുവനത്തില് വൃന്ദാവനത്തിൽ പോണവിടെയൊക്കെ കൃഷ്ണനെ പൊക്കിയെ കൊണ്ട് ഈ രാധ 10നും 15 വയസ്സിനിടയില് ബ്രഹ്മാവിനെ കൊണ്ട് കാലം നിർത്തിച്ചു കല്യാണം കൂടി കഴിച്ചു. കല്യാണം കൂടി കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കൃഷ്ണൻ പോന്നു. അപ്പൊ രാധ കണ്ണനെ കണ്ടോ പറഞ്ഞ് അന്വേഷിക്കുക. അതാണ് ഈ സോപാന സംഗീതം അഷ്ടപതിയിൽ നിൽക്കറിയാം. വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുപോ. രാധ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് സോപാന സംഗീതത്തിൽ മുഴുവൻ ആ യമുനാ കിനാരെ ഈ അന്വേഷിച്ച് നടക്കണ്ട. ഇതൊക്കെ അഷ്ടപതി പഠിക്കുന്ന ആള് അറിയണം. ഇതിനു ശേഷം ഈ രാധയെക്കുറിച്ച് പറഞ്ഞില്ല പറഞ്ഞു. അപ്പൊ രാധ തീരുമാനിച്ചു എന്നെ കൊണ്ടുപോയി കല്യാണം കഴിച്ചുല്ലോ. അപ്പോ രുക്മിണിയുടെ കല്യാണം അതിനുശേഷമാണ് ഉണ്ടായത്. അപ്പൊ രാധയുടെ എങ്ങനെയാച്ചാ ഭക്തിയാണ്, വിരഹഭക്തി. ഈ ദുഃഖത്തിലെ ഭക്തി വരിക. ഇപ്പൊ ഗൾഫിലൊക്കെ ഭർത്താക്കന്മാര് പോയി തിരിച്ചു വരുമ്പോ ഒരു കൂടുതൽ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പൊ രാധയോടുള്ള ഭക്തിയല്ല രുക്മിണിയോട്. അതാണ് ഈ 2 തരം ഭക്തി. ഈ ഭക്തി എന്ന് പറഞ്ഞ സാധനാ ഭക്തിയല്ല. ഇന്ന് കേരളത്തിലേക്ക് ഭയഭക്തിയാ, അത് പാടില്ല. അയ്യോ സഹസ്രാമം ചെല്ലിയില്ല, ഒരു കുഴപ്പമില്ല. 108 ഒരു ഭയഭക്തി പാടില്ല. നോർത്തിൽ പോയാൽ അവിടെ പ്രേമാണ്, അവിടെ ഭക്തിയിലൂടെ ഭഗവാനെ കാണണം. ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ മനസ്സിന്റെ കൽമഷങ്ങളെ മാറ്റാനാണ് ഭക്തി. ഈ ഭഗവത്ഗീതയിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ നിത്യജീവിതത്തില് എല്ലാ കാമ ക്രോധ ലോഭ മത മോഹ മാത്സര്യം മാറ്റിയാലേ കൃഷ്ണനെ കാണാൻ കഴിയൂ. കൃഷ്ണനെ ഭക്തിയിലൂടെ വളർത്താം. കലിയുഗത്തില് മനസ്സിന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മഹാക്ഷേത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത്
ക്ഷേത്രങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം തന്നെയാണല്ലോ. ശീര്യത ഇത് ശരീരം ക്ഷേത്രം. ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് 20 കിലോമീറ്റർ ചുറ്റളവിൽ, വളരെ ശ്രദ്ധിച്ചോളൂ, 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കും. അതായത് 16 മൈല്. ആ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ മനസ്സിന് സമാധാനവും ക്ഷേമവും കൊടുക്കാനാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തെ പറ്റി പണ്ട് പുരാതനത്തിൽ പറയുന്നത് 5 ഘടകങ്ങളാണ് ഒരു ക്ഷേത്രം പറഞ്ഞ. ഒന്ന്, ആ ക്ഷേത്രത്തിലെ വിഗ്രഹം. 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ രാജകുമാരനാണ് ആ വിഗ്രഹം. ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ ജനങ്ങളുടെ ക്ഷേമം തരുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ കതിര് ആദ്യത്തെ കറ്റാർക്കാ കൊടുക്കുക? ഭഗവാന്. നല്ലൊരു വസ്ത്രം കിട്ടിയാർക്കാ കൊടുക്കുക? ഭഗവാന്. അതുപോലെ പശു പ്രസവിച്ചു കഴിഞ്ഞാലോ ആദ്യത്തെ പാല് വല്ലായ്മമാരെ ആർക്ക് കൊടുക്കും? ഭഗവാന്. അപ്പൊ നല്ലതെല്ലാം ആ രാജകുമാരന് നമ്മൾ കൊടുക്കും. ആദ്യത്തെ ശമ്പളം കിട്ടിയാലോ അത് കൊടുത്തോളണം എന്നില്ല കേട്ടോ, കാരണം കലിയുഗത്തിലെങ്ങനെ വരും. അപ്പോ ഒന്നാമത്തെ വിഗ്രഹം. രണ്ടാമത്തെ, ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കമ്മിറ്റി വേണം. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ അറിയുന്ന ഒരു കമ്മിറ്റിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ, ഉത്സവം. ഗുരുവായൂരൊക്കെ 10 ദിവസത്തെ ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞ ഉത്സവ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നും എടുത്തതാ. അതായത് ഉത്സാഹം നേരത്തുള്ളൂ. സാധാരണ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നാമജലമായി ഒന്ന് ഉത്സവ, ഇന്ന് കണ്ണന്റെ ഉത്സവ, ഇന്ന് 2 നാമം കൂടുതൽ ചേർന്ന്. അപ്പൊ മനസ്സിന് 2 തരം. ഇപ്പൊ ശിവരാത്രിയിൽ ശിവക്ഷേത്രത്തിൽ പോയാലോ അയ്യോ ഒന്ന് ശിവരാത്രിയാ, കുറച്ച് കൂടുതൽ കിട്ടണം തോന്നും. കാരണം എന്താ? ഈ ടെക്സ്റ്റൈൽസിൽ തുണിയൊക്കെ ഉണ്ട്. ഈ ആടിമാസം 10% ഡിസ്കൗണ്ട്, എന്നാ 10 എടുത്തളയാൻ നമുക്ക് തോന്നും. എന്ന മാതിരിയാണ് ശിവരാത്രി നാമം ചൊല്ലിക്കഴിഞ്ഞാൽ അഷ്ടമിരോണി 4 നാമം ചൊല്ലിയ കൂടുതൽ അനുഗ്രഹം കിട്ടും, പറഞ്ഞൊരു ഡിസ്കൗണ്ട് തരും നമുക്ക്. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ അറിയുന്ന ഒരു കമ്മിറ്റി. മൂന്നാമത്തെ ഉത്സവം. ഉത്സവ നാളിൽ നമ്മുടെ മനസ്സിന് വേറൊരു സന്തോഷ. നാലാമത്തെ അന്നദാനം, പ്രസാദം എന്നാണ്. പ്രസാദ ഊട്ട്. പ്രസാദം ചെ കാരുണ്യം എന്നാണ്. ഭഗവാന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി എത്ര നേരം ക്യൂ നിൽക്കാൻ നമ്മൾ തയ്യാറാ. അതാണ് ആ പ്രസാദ ഊട്ട്. അഞ്ചാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഭക്തജനങ്ങൾ. ഭക്തജനങ്ങൾ ക്ഷേത്ര നടയിൽ ചെന്ന് പ്രാർത്ഥിക്കും. അവർ തെറ്റായ പ്രാർത്ഥനകൾ നടത്തുമ്പോഴാണ് ഭഗവാന്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നത്. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റിക്കുമ്പോൾ, ക്ഷേത്ര പൂജാവിധികൾ ലോപം സംഭവിക്കുമ്പോഴാണ് ക്ഷേത്ര ചൈതന്യം കുറഞ്ഞു വരും എന്ന് പറയുന്നത്. അപ്പൊ ഭക്തജനങ്ങൾ അവിടെ ചെന്ന് പറയും, ഭഗവാനെ അടുത്ത മാസം തൊട്ട് ഞാൻ ഇന്നത് തരാം, ഇന്ന ജോലി കിട്ടിയാൽ തരാൻ പറയും. നമ്മൾ ചെയ്തില്ലെങ്കിലോ? പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ അങ്ങനെയാ. അപ്പൊ എന്താ, അപ്പൊ ഒരു മനസ്സിനൊരു പക്ഷം നമുക്കായാലും ഉണ്ടാവില്ല. പ്രലോഭനം കൊടുത്താൽ അത് കൊടുക്കണം. അപ്പൊ ഭക്തജനങ്ങള് തെറ്റായ രീതിയിൽ പ്രാർത്ഥന നടത്തുമ്പോ ഭഗവാന്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കേരളത്തെ ഏത് മഹാക്ഷേത്രം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ആ ചൈതന്യം കുറയുമ്പോ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടെ അഗ്നി ഉണ്ടാക്കും. ഗുരുവായൂർ അമ്പലം കത്തിയതിന് ശേഷമല്ലേ ഗുരുവായൂർ ഉയർച്ചയിൽ വന്നേ. അപ്പൊ അയ്യോ അമ്പലം കത്തി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ തെറ്റായ ആ ചൈതന്യത്തെ ലോപിച്ചതിനൊക്കെ അഗ്നിയിൽ സ്ഫുരിക്കുകയാണ്. അങ്ങനെയാണ് അമ്പലം. തിരുവല്ലാമല ക്ഷേത്രം എടുത്തോളൂ, തിരുപ്പതി ക്ഷേത്രം എടുത്തോളൂ, പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തോളൂ, തിരുവമ്പാടി വാർമേക്കാവ് ക്ഷേത്രം എടുത്തോളൂ. ഏത് ക്ഷേത്രം അഗ്നിക്ക് ഇരയാക്കി കഴിഞ്ഞാൽ ആ ക്ഷേത്രം വലുതാവും. ശരിയല്ലേ ഗുരുവായൂര്? ചെറിയൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ചങ്ങനാശ്ശേരി ബുധനൂരായിരുന്നു ഇരിക്കുന്ന അവാഹം. അവിടെ അമ്പലം കാവൽ നിന്നിരുന്നത് ഒരു ബംഗാളിയാറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ നവാഹം ഗംഭീരമായിട്ട് വന്നു. 2-ാം ദിവസം ഞാൻ വന്നപ്പോ കമ്മിറ്റിക്കാർ ഓടി വന്നു, ആചാര്യ ദേവി ഇവിടെ വെളിപ്പുറത്താ, ഭയങ്കര ശക്തിയാ, അമ്പലം കുത്തി തുറന്ന് ഭണ്ണാരം കൊണ്ടുപോയി, സ്വർണം കൊണ്ടുപോയി. എന്താ ഒരു വഴിമാർഗം? ദേവിയുടെ ആഭരണ പോയേ, ദേവിക്ക് ശക്തി ഉണ്ടോ? അത് പറയണം പറഞ്ഞു. എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ ആചാര്യ അങ്ങനെ പറഞ്ഞ? ദേവിയുടെ മുതൽ പോയിട്ടില്ല. അതെന്താ? 14 ലോകവും സകല ചരാചരങ്ങളും മണ്ടകളും സൃഷ്ടിച്ചത് ആരാ? ഭഗവാൻ. കള്ളന്മാരെ സൃഷ്ടിച്ചാരാ? ഭഗവാൻ. കൊള്ളക്കാരെ സൃഷ്ടിച്ചാരാ? ഭഗവാൻ. നല്ലതും ചീത്തയും തരുന്നതും ഭഗവാനാ. എന്നാ പിന്നെ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഷർട്ട് എവിടെയെങ്കിലും കൊണ്ടിടും,
അയ്യോ എന്റെ ഷർട്ട് കാണാനില്ല, ആരും എടുത്തോ പറയും. ആരും എടുത്തുണ്ടാവില്ല, അപ്പുറത്തെ റൂമിലുണ്ടാവും എന്ന മാതിരി. നിങ്ങൾ സൂക്ഷിക്കാത്തത് കൊണ്ട്, നല്ല സെക്യൂരിറ്റിയെ വെക്കാത്തത് കൊണ്ട് കൊണ്ടുപോയി. അപ്പോ ഇവിടെ ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമ്മുടെ നിത്യജീവിതത്തില് ഈ നിങ്ങളുടെ മനസ്സിനെ ഉയർത്തുന്നതാണ് ഭഗവത്ഗീത. മനുഷ്യ മനസ്സിന്റെ ആ മൂല്യങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ കാറ്റലോഗ് തന്നെയാണ് ഭഗവത്ഗീത. ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കൊടുക്കേണ്ടതും ഭഗവത്ഗീത. അത്തരം ഇന്ന് ഭഗവത്ഗീതയുടെ ഉത്ഭവസ്ഥാനമായ ഭാരതത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ട് അധികമില്ല. അമേരിക്കയിലെ 146 യൂണിവേഴ്സിറ്റിയിലും ഭഗവത്ഗീത ഒരു പാഠ്യവിഷയ. ആ കൃഷ്ണന്റെ കഥകള് എത്ര കേട്ടാലും മതി വരില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കൃഷ്ണ കഥകളിലൂടെ യു മസ്റ്റ് നോട്ട് ജഡ്ജ് ഓർ ഇവാലുവേറ്റ് ദി സ്റ്റോറീസ്. കഥകളെ കുറിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്, കഥകളെ കുറിച്ച് നിങ്ങൾ വിശകലനം ചെയ്യരുത്. ഓരോ കഥയിൽ നിന്നും എന്ത് മെസ്സേജ്, സന്ദേശം ലഭിക്കുന്നു, ആ തരത്തിലേക്ക് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് സഞ്ചരിക്കാം. നിങ്ങളുടെ കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ സാമുദ്രിപ്പാട് പിടിച്ചെടുക്കാത്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കാവിഷു ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയുടെ ബോർഡർ. അതിന്റെ ബോർഡറുള്ള ഈ ഗ്രാമം കലാഗ്രാമം എന്നാണ് പറയാ. ആ ഗ്രാമത്തിലെ കോതച്ചിറ ആഢ്യനായിരുന്ന ബ്രഹ്മശ്രീ വേങ്ങാട്ടൂർ മന തുപ്പൻ നമ്പൂതിരിപ്പാടിന്റെ പേരക്കുട്ടിയായിട്ട് അദ്ദേഹത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വാരസ്യാരെ കല്യാണം കഴിച്ചു. അതിലുണ്ടായ അച്ഛനാണ് രാമവാര്യർ. അദ്ദേഹത്തിന് 4 പെങ്ങന്മാരും ഉണ്ടായിരുന്നു. അതിലൊരു പേരക്കുട്ടിയായി ജനിച്ച ഈ ഉള്ളവൻ, അദ്ദേഹം ഋഗ്വേദ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചൈതന്യം എന്നിൽ വന്നതോടുകൂടിയാണ് ഈ ക്ഷേത്രത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനും നേരെ ഗുരുവായൂരപ്പനിൽ എത്തിച്ചേരാനും അദ്ദേഹത്തിന്റെ ആ സ്മരണ മാത്രം തന്നെ അറിയാം. അദ്ദേഹം ഗുരുവായൂർ ആനകളില്ലാത്ത സമയത്ത് ഗുരുവായൂരിൽ എഴുതും കോതരയ്ക്കുന്ന ആന അയക്കാൻ ഉത്സവത്തിന്. അന്ന് അദ്ദേഹത്തിന് 5 ആന ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആന അയച്ചു കൊടുത്തേറുന്നത്. അതാണ് ഈ ഗുരുവായൂരും കോതച്ചിറ ആ ക്ഷേത്രവും തമ്മിലുള്ള ഒരു ബന്ധം. തീർച്ചയായിട്ടും ആ ഗുരുവായൂരപ്പൻ എന്നെ അങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോയിരുന്നു. ഈ അമ്പലം ജീർണിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു 1997 കാലഘട്ടങ്ങളിൽ ഈ താഴ്ന്ന ജാതിക്കാർ കിടക്കാത്ത അവസരത്തില് മുത്തശ്ശന്റെ അനിയന്റെ മക്കളുടെ കയ്യിലായിരുന്നു ഇതിന്റെ ഊരാള സ്ഥാനം. അന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഇതിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം വേണമെന്ന്. അന്ന് ക്ഷേത്രപ്രവേശനത്തിന് മുൻകൈ എടുത്ത് രംഗത്ത് വരാൻ ഗുരുവായൂരപ്പൻ നിയോഗിച്ചതായിരുന്നു എന്നെ. അതിനുശേഷം കുറച്ചു കാലം അമ്പലമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഒരു രാമായണം ആദ്യമായിക്കൊണ്ട് ഇവിടെ ഷൂട്ടിംഗ് നടത്തി 3 മണിക്കൂർ പ്രഭാഷണം. അന്ന് എൻ്റെ സഹോദരന്മാരായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും ഡോക്ടർ ശ്രീകൃഷ്ണനും കൂടെ ഉണ്ടായിരുന്നു. ആ രാമായണം എടുത്തോടുകൂടി വീണ്ടും എല്ലാവരും കൂടി ഒത്തുകൂടി ഈ ക്ഷേത്രം നല്ല രീതിയിൽ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ മക്കൾക്ക് വേണ്ടി പേരക്കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള അവർ പുനരുദ്ധീകരിച്ച ഈ ഹാള് എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അന്നദാനം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ. അതിനുശേഷം എൻ്റെ ആ പ്രളയയോഗത്തിന് ശേഷം ഗുരുവായൂരപ്പ സന്നിധിയിൽ വന്നപ്പോൾ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് കേരളത്തിലകത്തും പുറത്തും ഭാഗവതം ചെയ്യാനും ദേവി ഭാഗവതം ചെയ്യാനും ഒരു 740 അടുത്ത് ഭാഗവതം ചെയ്യാൻ സാധിച്ചതും 90-ൽ പരം ദേവി ഭാഗവതവും അയ്യപ്പ ഭാഗവതവും അതുപോലെ തന്നെ ശിവപുരാണവും കൂടാണ്ട് നിരവധി പ്രഭാഷണങ്ങൾ, അത് എണ്ണാൻ പറ്റുന്നില്ല. ഇപ്പൊ പണ്ടൊക്കെ അവാർഡ് വേണം തോന്നിയിരുന്നു, ഇപ്പൊ ഭാഗവതം വായിച്ച് വേണ്ട എന്ന് തോന്നിയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഗുരുവായൂരപ്പനും ഈ ചെറക്കൽ തേവരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. എന്തായാലും ഇന്ന് ഈയുള്ളവൻ അറിയപ്പെടുന്നത് ഗുരുവായൂർ മണികണ്ഠ വാര്യരാണ്. കാരണം കോതച്ചിറയിലെ എൻ്റെ ജീവിതം ഒരു പ്രളയയോഗത്തിലേക്ക് എത്തിച്ചേർന്നത് ഗണപതി കൊണ്ടാണ്. ആ ഗണപതി കൊണ്ട് തന്നെ എന്നെ താഴത്തെത്തിച്ചിട്ട് ഭഗവാൻ ഉയർത്തുകയാണ് ചെയ്തത്. ഭഗവാൻ തരുന്നതെല്ലാം തന്നെ ഒരു ഭഗവാന്റെ വരദാനമായി കണക്കാക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ പണ്ട് പൂർവ്വജന്മം നമ്മുടെ പറയാൻ പാടില്ല എന്നാണ് പറയാ. പൂർവ്വജന്മത്തില് നിരവധി ആനകളെയൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് അതെല്ലാം തന്നെ ഈ ഭാഗവതത്തിലൂടെ വളർന്ന് ഉയർന്ന സ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചു. എൻ്റെ ഭാഗവതത്തിന്റെ ഗുരു
സാക്ഷാൽ ഗുരുവായൂരപ്പന. ആദ്യമായിക്കൊണ്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില് തുഞ്ചത്ത് ആചാര്യന്റെ ഒരു കിളിപ്പാട്ട് സപ്താഹം നടത്താൻ ഈ ഉള്ളവന് സാധിച്ചു. ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട്. നിരവധി പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അനുവാദം തന്നിരുന്നില്ല. അതിനുശേഷം ഇന്ന് 700-ൽ പരം ആറന്മുള, ചെങ്ങന്നൂര്, തഴവ എന്നീ തെക്കൻ നാട്ടിലും വടക്കൻ നാട്ടിലും നിരവധി ക്ഷേത്രങ്ങളില്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഭാഗവതം നടത്താൻ സാധിച്ചു. ഒന്നേ ഭഗവാനോട് പറയാനുള്ളൂ, ഭക്തി എന്ന് പറഞ്ഞ സാധനാ ഭക്തിയല്ല. മനുഷ്യന്റെ മനസ്സിന്റെ കൽമഷങ്ങളെ, കാമക്രോധ ലോഭ മഹമോദ മാത്സര്യം അത് മാറ്റിക്കൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒറ്റ ഭാഗ്യമുള്ളൂ. ഇന്നിപ്പോ ആനന്ദിക്കുകയാണ്, ആനന്ദം മാത്രമേ ഉള്ളൂ. അഹങ്കാരം വരുത്തരുതേ എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. ഗുരുവായൂരപ്പനിൽ എത്തിച്ചേർന്നുകൊണ്ട് എത്രയെത്ര അനുഭവങ്ങൾ, പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ. ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആൾക്കാർ പറയും എനിക്ക് ഭ്രാന്താണ്. ഓരോ വർഷവും അത് ഇനിയുള്ള എപ്പിസോഡുകളിൽ ഗുരുവായൂരപ്പന്റെ അനുഭവങ്ങൾ ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പന്റെയും ചരക്കൽ തേവരുടെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥം